നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ മെയ് മാസത്തെ എക്സാമിനേഷൻ പ്രോഗ്രാമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് 2025 മെയ് മാസം നടക്കുന്ന പരീക്ഷയ്ക്ക് കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൺഫർമേഷൻ കൊടുക്കുക. ഈ പരീക്ഷാ കലണ്ടറിൽ കൺഫർമേഷൻ നൽകേണ്ട തസ്തികകളിലേക്ക് കൺഫർമേഷൻ രേഖപ്പെടുത്തുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ എഴുതുന്നതിനായി അവരുടെ കത്തിടപാടുകൾ നടത്തേണ്ട മേൽവിലാസം ഉൾക്കൊള്ളുന്ന ജില്ല തന്നെ തിരഞ്ഞെടുക്കാവുന്നതാണെന്ന് PSC പറയുന്നുണ്ട്. ആവശ്യമെങ്കിൽ ഇതിനായി പ്രൊഫൈലിലെ കത്തിടപാടുകൾ നടത്തിയിടുന്ന വിലാസത്തിൽ സ്വയം മാറ്റങ്ങൾ വരുത്തിയ ശേഷം മാത്രം സ്ഥിരീകരണം അതായത് കൺഫർമേഷൻ നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് PSC പറയുന്നുണ്ട്. ഇതാ നിങ്ങൾക്കിവിടെ കാണാം. ഏറ്റവും ഇടത് ഭാഗത്ത് സീരിയൽ നമ്പർ, പിന്നീട് കാറ്റഗറി നമ്പർ, പിന്നീട് നെയിം ഓഫ് പോസ്റ്റ്, പിന്നെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ്, പിന്നീട് സ്റ്റേറ്റ് വൈഡ് ആണോ ഡിസ്ട്രിക്റ്റ് വൈസ് ആണോ എക്സാം എന്നുള്ളത്, ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ പിന്നെ പറയുന്നു, പിന്നെ അഡ്മിഷൻ ടിക്കറ്റ് എന്ന് മുതലാണ് അവൈലബിൾ ആവുക എന്ന് പറയുന്നു, പിന്നീട് ഡേറ്റ് ഓഫ് കൺഫർമേഷൻ ആണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് മോഡ് ഓഫ് എക്സാം ആൻഡ് ടോട്ടൽ മാർക്സ്, അതുപോലെ തന്നെ മീഡിയം ഓഫ് എക്സാം പറയുന്നു, പിന്നീട് ഡ്യൂറേഷനാണ് പരീക്ഷയുടേത് പറയുന്നത്, പിന്നീട് എത്ര കാൻഡിഡേറ്റ്സ് അവിടെ അപേക്ഷിച്ചു എന്നുള്ളത് പറയുന്നു. ഏറ്റവും അവസാനം ഈ റൈറ്റിൽ നിങ്ങൾക്ക് പരീക്ഷയുടെ സിലബസും നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു PDF നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം, പ്രധാനപ്പെട്ട എല്ലാ പരീക്ഷകളും ഈ ഒരു മെയ് മാസത്തിൽ വരുന്നുണ്ട്. ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ, ആ ഒരു പരീക്ഷയുടെ മെയിൻ എക്സാമിനേഷൻ നടക്കുന്നത് എന്നാണ് 5/5/2025 മൺഡേ തിങ്കളാഴ്ചയാണ്. അതിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനാവുന്നത് 21/4/2025 മുതലാണ്. അതായത് ഏപ്രിൽ 21 മുതൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. മെയിൻ എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ അതിന് കൺഫർമേഷൻ നിങ്ങൾ നൽകേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. പ്രിലിംസിന് മാത്രമാണ് പൊതുവെ കൺഫർമേഷൻ നൽകി വരുന്നത്. പിന്നീട് എക്സാമിനേഷൻ്റെ മോഡാണ് പറയുന്നത്. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ എക്സാമിന് ഡിസ്ക്രിപ്റ്റീവ് എക്സാമാണ്. അതുപോലെ തന്നെ കമ്പൾസറി പേപ്പർ 1 ജനറൽ നോളജ് 100 മാർക്സ്, പേപ്പർ രണ്ടാമത്തേന് ഇംഗ്ലീഷ് എസ്സേ ആൻഡ് പ്രിസൈസ് റൈറ്റിംഗ് ഒക്കെ ഉണ്ട്. പിന്നീട് എക്സാം നടക്കുന്ന മീഡിയം ഇംഗ്ലീഷാണ്. ഡ്യൂറേഷൻ പറയുന്നു പേപ്പർ 1 2 മണിക്കൂറും പേപ്പർ 2 2 മണിക്കൂറും കൊണ്ട് അപേക്ഷ നൽകിയത് മൊത്തം ഈ ഒരു കാറ്റഗറിയിൽ അതായത് ബൈ ട്രാൻസ്ഫറിൽ 175 പേരാണ്. അങ്ങനെ ഇത് ഞാൻ ഈ വീഡിയോ താഴോട്ടുമെല്ലാം സ്ക്രോൾ ചെയ്യാം. നിങ്ങൾക്ക് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാവുന്നതാണ്. പരീക്ഷ നടക്കുന്ന തീയതി അതും നിങ്ങൾക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഞാനിത് താഴോട്ടുമെല്ലാം സ്ക്രോൾ ചെയ്യുകയാണ്. നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ വ്യക്തമായിട്ട് വായിച്ചെടുക്കാൻ പറ്റും. അടുത്ത് നമ്മൾ നോക്കുന്നത് കോമൺ ടെസ്റ്റിൻ്റെ കാര്യമാണ്. ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ഓരോ ഡിഫറൻറ്റ് കാറ്റഗറി നമ്പർ നിങ്ങൾക്കിവിടെ ഏറ്റവും സൈഡിലായിട്ട് കാണാം. ഇങ്ങനെ കാണാം. ഇതെല്ലാം ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ഡിഫറൻറ്റ് കാറ്റഗറി നമ്പറുകളാണ്. ഓരോ വിഭാഗത്തിലോട്ടും നടക്കുന്നതാണ്. അപ്പോൾ അത് സ്റ്റേറ്റ് വൈഡ് എക്സാമാണ്. പരീക്ഷ നടക്കുന്നത് 10/5/2025 അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൾ ടിക്കറ്റ് ലഭിക്കുന്നത് 26/4/2025 മുതലാണ്. കൺഫർമേഷൻ നൽകേണ്ട തീയതിയാണ് പിന്നീട് പറയുന്നത് 20/2/2025 മുതൽ 11/3/2025 അതായത് മാർച്ച് 11 വരെ നിങ്ങൾക്ക് അതിന് കൺഫർമേഷൻ നൽകാവുന്നതാണ്. ഇംഗ്ലീഷിലാണ് അതിൻ്റെ പരീക്ഷ ഉണ്ടായിരിക്കുക. അതും നിങ്ങൾക്ക് ഓരോന്നും നിങ്ങളുടെ ഡീറ്റെയിൽസ്, ഡിവിഷണൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം വളരെ വ്യക്തമായിട്ട് വായിച്ചെടുക്കാൻ സാധിക്കും. ഇവിടെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നോക്കൂ. ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൻ്റെ പ്രിലിമിനറി എക്സാം, അതിൻ്റെ കാറ്റഗറി നമ്പറാണ് 724/2024. അതിന് എത്ര പേര് അപേക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്കിവിടെ കാണാം. ഈ ഒരു ഞാൻ റൗണ്ട് ചെയ്ത ഭാഗത്തിൽ നിന്ന് പരീക്ഷ നടക്കുന്ന തീയതി പരീക്ഷ നടക്കുന്ന തീയതി 10/5/2025 ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള തീയതിയാണ് 26/4/2025. അപ്പോൾ ഡിവിഷണൽ അക്കൗണ്ടൻറ്റിന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. അടുത്തത് നമ്മൾ സ്ക്രോൾ ചെയ്യുകയാണ്. അടുത്ത എക്സാമിനേഷൻ ഏതാണ് എന്നുള്ളതാണ് ഇനി നമുക്കറിയേണ്ടത്. പിന്നീട് നിങ്ങൾക്ക് കാണാം ലോവർ ഡിവിഷൻ അക്കൗണ്ടൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്, അതിൻ്റെ കാറ്റഗറി നമ്പർ 382/2024 പരീക്ഷ 14/5/2025 മെയ് മാസം 14 ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നത് ഏപ്രിൽ 30 മുതലാണ്. പിന്നീട് കൺഫർമേഷൻ നൽകേണ്ട തീയതി എല്ലാം ഈ ഒരു പരീക്ഷയുടെ എല്ലാം കൺഫർമേഷൻ അവസാനിക്കുന്ന തീയതി നിങ്ങൾക്ക് ഇവിടെ കാണാം 11/3/2025 മാർച്ച് 11 തീയതിയാണ്. പിന്നീട് അതിൻ്റെ ഓരോ ഡീറ്റെയിൽസാണ് കൊടുത്തിരിക്കുന്നത്. അപേക്ഷകരുടെ എണ്ണം 11,504 പേരാണ്. ഇനി നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യാം. ബാക്കിയുള്ള ഓരോ പരീക്ഷകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്കിവിടെ കാണാം. സ്റ്റീനോ ടൈപ്പിസ്റ്റ് ഉണ്ട്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ഉണ്ട്, ഫോർ എക്സ് സർവീസ് മാൻ ഓൺലി, ഫോർ LCAI കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റിൻ്റെ ഡിഫറൻറ്റ് കാറ്റഗറിയിലുള്ളവർക്കുള്ള പരീക്ഷയുടെ ഡീറ്റെയിൽസാണ് വന്നത്. അതിനുശേഷം സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിയുടെ പരീക്ഷയെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഡിഫറൻറ്റ് കാറ്റഗറിയുടെ നിങ്ങൾക്കിവിടെ കാണാം. അപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് നമുക്ക് നോക്കേണ്ടത്. ബാക്കി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടും. അപ്പോൾ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൽ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി പാർട്ട് 1 ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്, അതിൻ്റെ കാറ്റഗറി നമ്പർ
43/2024 ഓരോ ജില്ലാ വൈസുമാണ് പിന്നീട് അത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിവിടെ കാണാം. പരീക്ഷ നടക്കുന്ന തീയതി 17/5/2025 ശനിയാഴ്ചയാണ്. ഹാൾ ടിക്കറ്റ് 3/5/2025 മുതൽ ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കേണ്ട തീയതി ഇവിടെ ഈ വട്ടത്തിൽ കാണാം. 13/3/2025 വരെ നിങ്ങൾക്ക് കൺഫർമേഷൻ നൽകാവുന്നതാണ്. അതായത് ഫെബ്രുവരി 20 മുതൽ കൺഫർമേഷൻ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പരീക്ഷ ഏതാണെന്ന് നോക്കാം. നിങ്ങൾക്കിവിടെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ നോക്കിയിട്ട് ആ ഒരു പരീക്ഷയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നമ്മുടെ കൂടെ കൂടുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂട്ടുകാരികളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, കമൻറ്റായിട്ട് അറിയിക്കുക, ലൈക്കായിട്ടും അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. നമ്മളിത് മെല്ലെ താഴോട്ട് സ്ക്രോൾ ചെയ്യുകയാണ്. പിന്നീട് വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിയുടെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസാണ് പിന്നീട് ഇവിടെ കാണുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം പരീക്ഷ നടക്കുന്നത് 17/5/2025 ബാക്കി എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. ഓക്കെ അല്ലേ? നമ്മളത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോവാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ഓഫീസ് അറ്റൻഡൻറ്റ്, അതായത് സെക്രട്ടേറിയറ്റ് OA പരീക്ഷ, ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, അതുപോലെ തന്നെ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്, അതുപോലെ തന്നെ ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ്, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിലൊക്കെ എടുക്കുന്ന സെക്രട്ടേറിയറ്റ് OA എന്ന് നമ്മൾ പൊതുവേ പറയുന്ന ആ ഒരു ഓഫീസ് അറ്റൻഡൻറ്റ് എക്സാമിൻ്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൻ്റെ മെയിൻ എക്സാമിനേഷൻ നടക്കുന്ന തീയതി ഓർത്ത് വെച്ചോളൂ. മെയ് മാസം 2025 21 തീയതിയാണ്. ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് 7/5/2025 മുതൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. മെയിൻ എക്സാം ആയതുകൊണ്ട് തന്നെ ഇതിന് കൺഫർമേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. 100 മാർക്കിൻ്റെ OMR ആണ്. 1 മണിക്കൂർ 30 മിനിറ്റുമാണ് പരീക്ഷയുള്ളത്. മലയാളത്തിലും തമിഴിലും കന്നഡയിലും ഒക്കെ പരീക്ഷ ഉണ്ട് എന്നുള്ളതാണ് പിന്നീട് പറയുന്നത്. അപ്പം സെക്രട്ടേറിയറ്റ് OAയുടെ പരീക്ഷ 21/5/2025 എന്നുള്ളത് ഓർക്കുക. പിന്നീട് നമ്മൾ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിയുടെ പരീക്ഷയെക്കുറിച്ചാണ് നോക്കുന്നത്. അതിൻ്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് NCA for SCC ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ട് ടു ക്രിസ്ത്യാനിറ്റിൻ്റെ പ്രിലിമിനറി എക്സാമാണ് ഇതിൽ വരുന്നത്. ഈ പ്രിലിമിനറി എക്സാം എല്ലാം, അതായത് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൻ്റെ പ്രിലിമിനറി എക്സാം, അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനിയുടെ പ്രിലിമിനറി എക്സാം, ഈ എക്സാം എല്ലാം നടക്കുന്നത് ഡേറ്റ് ഓർത്ത് വെച്ചോളൂ 24/5/2025 ഹാൾ ടിക്കറ്റ് 9/5/2025 മുതൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. കൺഫർമേഷൻ നൽകാൻ മറക്കല്ലേ. മാർച്ച് 11 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. അതിനുള്ളിൽ കൺഫർമേഷൻ നൽകുക. എന്നാലേ നിങ്ങൾക്ക് പ്രിലിമിനറി എക്സാം ഈ പറഞ്ഞവയുടേതെല്ലാം എഴുതാൻ സാധിക്കുകയുള്ളൂ. ഇനി നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷയുടെ പ്രിലിമിനറി എക്സാമാണ്. 576/2024 എന്ന് പറയുന്ന കാറ്റഗറിയിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പരീക്ഷ എന്നാണ് പ്രിലിമിനറി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 24/5/2025 മെയ് മാസം 24 തീയതിയാണ് ശനിയാഴ്ച. നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് 9/5/2025 മുതൽ ഡൗൺലോഡ് ചെയ്യാം. കൺഫർമേഷൻ നൽകേണ്ട അവസാന തീയതി 11/3/2025 മാർച്ച് മാസം 11 വരെയാണ് നിങ്ങൾക്ക് കൺഫർമേഷൻ നൽകാൻ സാധിക്കുക. അതായത് 20 മുതൽ എന്ത് ചെയ്തു, കൺഫർമേഷൻ PSC ചാലു ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 11 വരെ എന്ത് ചെയ്യാം, കൺഫർമേഷൻ കൊടുക്കാം. മാർച്ച് 11 വരെ 100 മാർക്കിൻ്റെ പരീക്ഷയാണ്. 1.25 ആണ് നമ്മുടെ പരീക്ഷയുടെ സമയം. നോക്കൂ, പരീക്ഷയ്ക്ക് അപേക്ഷിച്ച ആളുകളുടെ എണ്ണമാണ് പിന്നീട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാം. ഇനി നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുകയാണ്. ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറുടെ പരീക്ഷയുടെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ, അങ്ങനെ ആ പരീക്ഷയുടെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്കിവിടെ കാണാം. പിന്നെ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചറുടെ പരീക്ഷ, അതുപോലെ തന്നെ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദിയുടെ ആണ് ഇവിടെ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നീട് മെഡിക്കൽ ഓഫീസർ ആയുർവേദയുടെ പരീക്ഷയുണ്ട്. ബാക്കിയുള്ളത് റീഹാബിലിറ്റേഷൻ ടെക്നീഷ്യന്, ഗ്രേഡ് 2 ഓപ്പറേറ്റർ, ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ്. ഈ പരീക്ഷ, ഇത്രയും പരീക്ഷയാണ് മെയ് മാസത്തിൽ PSC നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് ആണ് നിങ്ങളുടെ ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ നോക്കിയാൽ തന്നെ എല്ലാ ഡീറ്റെയിൽസും ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ലെങ്ത് കൂടിയതുകൊണ്ടാണ് മറ്റൊരു വീഡിയോയിൽ കാണാം. ഉപകാരപ്രദമാണെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. താങ്ക്